രാത്രി എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും കുറേ കഴിയുമ്പോൾ വിശക്കും കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് വിശന്നു. അങ്ങനെ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴാണ് നമ്മളിങ്ങനെ സ്റ്റോറിൽ പോയപ്പോൾ കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. പല വെറൈറ്റി മാങ്ങയുണ്ട്. നാട്ടിലായിരുന്നെങ്കിൽ ഫുള്ള് നമ്മൾ കോട്ടുകോണമാണ് മേടിച്ച് കഴിക്കാറ്. കാരണം അത് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും കോട്ടുകോണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വേറെ എന്തൊക്കെയോ മാങ്ങയായിരുന്നു. ഈ കാണുന്നതിൻ്റെ പേര് സിന്ദൂര മാങ്ങ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ആ ഒരു സിന്ദൂരം പോലെ മുകളിൽ കുറച്ച് റെഡ് കളർ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. സംഭവം ഭയങ്കര മണമായിരുന്നു കേട്ടോ. ഭയങ്കര ടെംപ്റ്റിങ് സ്മെല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അപ്പോഴേ വാങ്ങിയത്. ഇത് പൊളിച്ചു നോക്കിയപ്പോഴും നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരിഞ്ഞിട്ട് ഒരു പീസ് ഭയങ്കര ആക്രാന്തത്തോടെ എടുത്ത് ഞാൻ വായിൽ വെച്ചതാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. നമ്മളിവിടെ വന്ന് കഴിച്ചതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു മാങ്ങ ഇതായിരുന്നു കേട്ടോ. നല്ല നല്ല മധുരം ഉണ്ടായിരുന്നു. ചെറിയൊരു പുളിപ്പും മധുരവും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കങ്ങനെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനത് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒരു മാങ്ങയും കൂടെ ട്രൈ ചെയ്യാമെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ എടുത്തതെന്ന് പറഞ്ഞാൽ 2 മാങ്ങ ഉണ്ടായിരുന്നു. ഈ വലുതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിന് ഇവിടെ പറയുന്ന പേര് ബങ്കനപ്പള്ളി അങ്ങനെ എന്തോ ആണ് കേട്ടോ. സംഭവം ഇതിന് മുമ്പേ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായി. വലിയ മണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് എന്തോ അൽഫോൺസോ ബദാമി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു മാങ്ങയായിരുന്നു കേട്ടോ. ഇതിനായിരുന്നു ഉള്ളതിൽ ഏറ്റവും റേറ്റ് കൂടുതൽ. ഇതിനും ഭയങ്കര വലിയ സ്മെല്ലൊന്നുമില്ല, എന്നാൽ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും ഞാൻ പീൽ ചെയ്ത് ആദ്യത്തെ ഒരു പീസ് തന്നെ ചേട്ടൻ വന്ന് കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു മൽഗോവ മാങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായത്. എന്തായാലും ഷേക്ക് അടിക്കാൻ കൊള്ളാൻ തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാറ്റാ.